ഈ പുഴൻ്റെ അക്കരയ്ക്ക് കാണുന്നത് നല്ല ഫോറസ്റ്റാണ്. ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടെയാണ്. ചില സ്ഥലങ്ങളെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു അട്രാക്ഷൻ തോന്നും. അത്രയ്ക്ക് നല്ലൊരു ആകർഷണീയമായ ഒരു പേരായിരിക്കും ചില ഗ്രാമങ്ങൾക്ക് ഉണ്ടാവുക. അതുപോലത്തെ ഒരു പ്രദേശമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതായത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, നമ്മൾ അറിയപ്പെടാതെ കിടക്കുന്ന സ്ഥലങ്ങൾ. പക്ഷെ അവിടെ നല്ല ഒരു പ്രകൃതി ഭംഗിയും അതുപോലെ തന്നെ നല്ലൊരു ജീവിത രീതിയും ഒക്കെ ഉണ്ടാവും. അതുപോലത്തെ ഒരു സ്ഥലം, അവിടെ കൃഷി ചെയ്തൊക്കെ ആൾക്കാർ ജീവിക്കുന്നു. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള ഒരു ഗ്രാമത്തിലാണ് നമ്മളിന്നുള്ളത്. അതുമാത്രമല്ല, നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു ഗ്രാമം. ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, നീർവാരം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇത് വയനാട് മാനന്തവാടി താലൂക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരിനൊരു പ്രത്യേകത ഉണ്ട്. അതായത് പേരിന് പ്രത്യേകത മീൻസ് നല്ല കേൾക്കുമ്പോൾ ഒരു ഇമ്പം തോന്നുന്ന ഒരു പേരാണ് നീർവാരം എന്ന്. അത് ഞാൻ ഈ സ്ഥലത്തോട് ഒരു മുമ്പ് യാത്രയൊക്കെ പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ഥലം ഇറങ്ങി ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ നീർവാരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നീർവാരത്തിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. ഇത് യഥാർത്ഥത്തിലൊരു കാർഷിക ഗ്രാമമാണ്. ഇവിടെ ഒരുപാട് കർഷകരാണ് താമസിക്കുന്നത്. പക്ഷേ ഒരു ഗ്രാമപ്രദേശമാണ്. പക്ഷേ ഇവിടെ നല്ലൊരു സ്കൂളൊക്കെ ഉണ്ട്, ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അപ്പോൾ ഈ നീർവാരം എന്നുള്ള പേരിന് പിന്നിൽ എന്തെങ്കിലും പ്രത്യേക ചരിത്രങ്ങളോ മറ്റോ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അതായത് കേൾക്കാൻ നല്ല രസമുള്ളൊരു പേരായതുകൊണ്ട് നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചു നോക്കാം. ഇവിടെയുള്ള ആൾക്കാരുടെ ആരുടെങ്കിലും നമുക്ക് ചോദിച്ചു നോക്കാം ഈ നീർവാരം എന്നുള്ള പേരിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ എന്നുള്ള കാര്യം. ഈ പേരിന് എന്തെങ്കിലും ചരിത്രമുണ്ടോ? ഈ പേര് വരാൻ കാരണം പണ്ട് തൊട്ട് അതിമനോഹരമായ പുഴയൊക്കെ ഉണ്ട്. നല്ല തൊട്ടടുത്ത് വനം എല്ലാം ഉണ്ട്. നല്ല മനോഹരമായ പ്രകൃതി കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. കൃഷികൾ കൂടുതൽ പുഴകളും വെള്ളമൊക്കെ കൂടുതലുള്ളതുകൊണ്ടായിരിക്കും നീർവാരം എന്നുള്ള പേര് വന്നത്. അത് തന്നെയാണ്. നല്ല മനോഹരമായ പ്രകൃതിയാണ് ഇവിടെ വരുന്നവർക്ക് വളരെ നല്ല തണുപ്പും AC പോലെയാണ് ഇവിടുത്തെ ജീവിതം. കൃഷിയാണ് ഞങ്ങൾക്ക് മെയിൻ കൃഷിയായിട്ട്. കൃഷി, പശു വളർത്തലും നെൽകൃഷികൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ ജീവിതം. ഗ്രാമീണ അന്തരീക്ഷമാണ്. ഗ്രാമീണരാ ഉള്ളൂ ഇവിടെ. പേര് പറഞ്ഞില്ല നിങ്ങൾ? എൻ്റെ പേര് സോനു. ഓട്ടോറിക്ഷ ആയിരിക്കും? ഞാൻ ഓട്ടോ ഓടിച്ചോളൂ. സ്ഥലപരിധി നമ്മുടെ ഇവിടെ ചുറ്റുവട്ടത്തേ ഉള്ളൂ, അല്ലാതെ ലോങ്ങൊന്നും പോകുന്നില്ല. ഇവിടേക്കുള്ള ബസ് സർവീസ് എന്ന് പറഞ്ഞത് പനമരത്ത് നിന്നും ദാസനക്കര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ഒരു ബസ് ഇതിൻ്റെ ഇടയിൽ കൂടെ വരുന്ന, ഈ റോഡിലൂടെ വരുന്നതാണ്. വലിയ വാഹന തിരക്കുകളും ബഹളങ്ങളൊന്നും ഇല്ലാത്ത ചെറിയൊരു റോഡാണ് നീർവാരം എന്ന് പറഞ്ഞ സ്ഥലത്തൂടെ കടന്നു പോകുന്നത്. ആ റോഡിൻ്റെ സൈഡിലായിട്ട് കുറച്ച് കടകളും ചെറിയൊരു ഓട്ടോറിക്ഷ സ്റ്റാൻഡും അടങ്ങുന്നതാണ് നീർവാരം അങ്ങാടി. ഈ സ്ഥലം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഇവിടുത്തെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പേരിലാണ്. അതായത് ഈ പരിസര പ്രദേശങ്ങളിലുള്ള ഗ്രാമങ്ങളിൽ നിന്നൊക്കെയുള്ള വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആശ്രയിക്കുന്നത് ഈ നീർവാരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി. ചെറിയ ക്ലാസ്സുകൾ മുതൽ 10th വരെയുള്ള ഒരു പോർഷൻ ഒരു ഭാഗത്തും, +1 +2 അതുപോലെ തന്നെ സ്കൂളിൻ്റെ ഗ്രൗണ്ടും അടങ്ങുന്ന ഒരു ഭാഗം ഈ റോഡിൻ്റെ മറുവശത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നീർവാരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ ഭാഗത്തുള്ള ജനങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒന്നാണ്. ഈ റൂട്ടിലൂടെ സ്ഥിരമായിട്ട് സർവീസ് നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു ബസ്സാണ്. അതായത് പനമരത്തു നിന്നും ദാസനക്കര വഴി പോകുന്ന ബസ്. അത് നീർവാരം റൂട്ടിലൂടെയാണ് പോകുന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആശ്രയം കൂടിയാണ് ഈ ബസ്. റോഡിൻ്റെ മറുഭാഗത്താണ് ഹയർ സെക്കൻഡറി കെട്ടിടവും ഗ്രൗണ്ടും സ്ഥിതി ചെയ്യുന്നത്. നീർവാരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ +1 +2 ഒക്കെ ഉള്ള കെട്ടിടങ്ങളൊക്കെ കാണാം.
അപ്പോൾ നീർവാരം മാത്രമല്ല, നീർവാരത്തിൻ്റെ പരിസരത്ത് മറ്റുള്ള ചില ഗ്രാമപ്രദേശങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം മാനന്തവാടി നിന്ന് പുൽപ്പള്ളി പോകുന്ന മെയിൻ റോഡിൻ്റെ പരിസരത്ത് ദാസനക്കര എന്ന് പറഞ്ഞൊരു സ്ഥലം, അതാണ് ഇവിടുന്ന് ഈ റോഡ് പോയി ടച്ച് ആകുന്ന ഒരു സ്ഥലം. അതായത് പനമരത്ത് നിന്ന് ദാസനക്കര വരെയാണ് ബസ് വന്ന് പോകുന്നത്. ആ ബസ് സർവീസാണ് ഇവിടുത്തെ ജനങ്ങൾ കൂടുതലായിട്ട് യാത്രയ്ക്ക് ആശ്രയിക്കുന്നത്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ദാസനക്കര ഭാഗത്തേക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ ഇതുപോലത്തെ നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുക. അതുമാത്രമല്ല, ഇതൊരു ടൗണിൽ നിന്ന് ഏകദേശം ഒരു 7-8 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂവെങ്കിൽ പോലും ഇതൊരു തനി ഗ്രാമീണ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ടൗണിൻ്റെതായിട്ടുള്ള ശബ്ദം, അങ്ങനത്തെ ഒരു അതായത് ഒരു അന്തരീക്ഷം ഒന്നും ഇവിടെ ഉണ്ടാവില്ല. ഭയങ്കര കാമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതിൻ്റെ ഭാഗത്തൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ കോളനികളും മറ്റൊക്കെ ഒരുപാട് ഇതിൻ്റെ പരിസരത്തൂടെ ഒക്കെ ഉണ്ട്. പിന്നെ കൃഷിയിടങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. പാടശേഖരങ്ങൾ ഒരുപാടുണ്ട്, നെൽപ്പാടങ്ങളുണ്ട്, പിന്നെ ഒരുപാട് പുഴകളൊക്കെ ഒഴുകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രാമീണ കാഴ്ചകൾ കാണാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ ബസ്സിലൊക്കെ കയറി ഒരുപാട് യാത്രയൊക്കെ ചെയ്തതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ്സായിട്ട് പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ഇറങ്ങി ചെന്നത് പോലത്തെ കാണുമ്പോഴാണ് യഥാർത്ഥ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. മൂച്ചിയുണ്ട്, മാവ് ഇതപ്പുറത്തുണ്ട്, രണ്ടുണ്ട്. അതിലിപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് മാങ്ങയൊക്കെ ഇവിടെ ഇതൊക്കെ ഇങ്ങനെ വീണ് കിടക്കണം. അതുകൊണ്ട് ഇവിടെയൊക്കെ കണ്ടില്ലേ, ഒക്കെ വീണ് കിടക്കുകയാണ്. ഓ, പഴുത്ത മാങ്ങയാട്ടാ. വാ, അടിപൊളി. മധുരം ഉണ്ടാവുന്നല്ല, ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഫ്രഷ് കിട്ടണമെങ്കിൽ നോക്കാം. ഇതെപ്പോൾ വീണതാണെന്ന് അറിയില്ല. ഞാൻ നീർവാരത്ത് നിന്ന് വന്ന് ദാസനക്കര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. ഇതാണ് മാനന്തവാടി ടു പുൽപ്പള്ളി കണക്ട് ചെയ്യുന്ന റോഡും നമ്മുടെ പനമരത്തേക്ക് ഈ നീർവാരം വഴി പോകുന്ന റോഡും കണക്ട് ആകുന്ന സ്ഥലം. ഇത് ചെറിയൊരു ജംഗ്ഷൻ പോലെയാണല്ലോ ഇവിടെ ചെറിയ ഹോട്ടല് മറ്റൊക്കെ ഉണ്ട്. ഈ റോഡാണ് നമ്മൾ നീർവാരത്ത് നിന്ന് വന്നത്. ഈ റോഡ് ഇപ്പുറത്തേക്ക് കാണുന്ന റോഡ് നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പുൽപ്പള്ളി വരെ പോകും. നേരെ ഇങ്ങോട്ട് പോകുന്നത് മാനന്തവാടിയിലേക്കാണ്. നല്ല റോഡാണ്, പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ പരിസരത്തൊക്കെ നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട്. പിന്നെ പുഴകളും മറ്റൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒറ്റയല്ല അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് കാണാം. പനമരത്ത് നിന്ന് നീർവാരത്തിലൂടെ വരുന്ന ബസ് ഉണ്ടല്ലോ, ദാസനക്കര വരെ വരുന്ന ബസ്, ആ ബസ് ഇവിടെ വന്നിട്ടാണ് അവസാനിക്കുന്നത്. ഇവിടെ വന്ന് ഈ മെയിൻ റോഡിൻ്റെ പരിസരത്ത് വന്നത് തിരിച്ച് വീണ്ടും ദാസനക്കര നിന്ന് നീർവാരം വഴി പനമരത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ആളുകൾക്ക് പനമരം പോകാൻ ഉള്ള ഒരു ബസ് ഇതാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ റോഡിനൊരു 13 കിലോമീറ്റർ മാനന്തവാടി എത്തും. പക്ഷെ റോഡിൻ്റെ ഇരുവശങ്ങളിലുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് നമ്മളെ കൊതിപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ ഭാഗത്തുള്ളത്. ദാസനക്കര എന്ന് പറഞ്ഞ സ്ഥലത്തിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു സ്ഥലമാണ് കൂടൽക്കടവ് എന്ന് പറയുന്ന സ്ഥലം. അതായത് ഇവിടെ ഒരു 2 ബ്രിഡ്ജ് ഉണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ബ്രിഡ്ജിൻ്റെ മുകളിലാണ്. അതായത് കബനി റിവറാണ് ഇവിടെ കാണുന്നത്, അല്ലേ? അപ്പോൾ ഈ കൂടൽക്കടവ് എന്നുള്ള പേര് വരാൻ കാരണം ഇപ്പോൾ കബനി റിവറിൻ്റെ 2 കൈവരികൾ ജോയിൻ്റ് ആകുന്ന സ്ഥലമാണിത്. ഇപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് അവിടെ ഒരു പാലമുണ്ട്, ഇതുപോലെ തന്നെ വലിയൊരു പാലമുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇപ്പുറത്തേക്ക് ഈ പാലത്തിൻ്റെ മുകളിലേക്ക് വന്നു. അപ്പോൾ ഈ 2 ഇത് മാനന്തവാടി ഭാഗത്തുനിന്ന് വരുന്ന ഭാഗമാണ് കബനി റിവറിൻ്റെ. അതുപോലെ തന്നെ ഈ റോഡ് കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് ഇതുപോലെ തന്നെ ഇതിന് സമാനമായ രീതിയിൽ തന്നെ വലിയൊരു പാലം, ഒരു പുഴയും ഇതുപോലെ ഒഴുകുന്നുണ്ട്. അതും കബനി റിവറിൻ്റെ മറ്റൊരു ഭാഗമാണ്. അത് പനമരം ഭാഗത്തു നിന്ന് വരുന്ന ഒരു കൈവരിയാണ്. ഇത് രണ്ടും കൂടി ചേരുന്ന സ്ഥലമാണ് ഈ കൂടൽക്കടവ് എന്ന് പറഞ്ഞ സ്ഥലം. അങ്ങോട്ട് നമുക്ക് പോയി നോക്കാം. അവിടെ നിന്ന് വേറെ എന്തെങ്കിലും കാണാൻ പറ്റുന്നുള്ളതും കൂടെ നോക്കാം. ഇതാണ് ഇനിയുള്ള മറ്റൊരു പാലം. ഇത് പനമരം ഭാഗത്തുനിന്ന് വരുന്ന ഒരു കബനി റിവറിൻ്റെ കൈവരിയാണ്. ഇതും അതുപോലെ തന്നെ സമാനമായിട്ട് നല്ല ഭീകരമായ ഒരു പുഴ തന്നെയാണ്, അതല്ലേ? ഈ 2 പാലങ്ങളും തൊട്ടടുത്തടുത്താണുള്ളത്. ഇനി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മറ്റു പാലം, ഞാൻ മുമ്പ് കണ്ട പാലം. ആ പാലം കടന്ന് അപ്പുറത്തേക്ക് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ കൂടൽക്കടവ് എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ പോയാൽ എന്തെങ്കിലും കാണാൻ പറ്റുന്നുള്ളത് എനിക്കറിയില്ല.
ഇതാണ് കൂടൽക്കടവ് എന്ന് പറഞ്ഞ സ്ഥലം. ഒരു ചെറിയ കടയൊക്കെ ഉണ്ട് അല്ലേ. ഇതിൻ്റെ ഉള്ളിലേക്ക് റോഡ് പോകുന്നുണ്ട്. ഈ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ ഈ രണ്ട് പുഴകളും ജോയിൻ്റ് ആകുന്ന ഭാഗങ്ങൾ കാണാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. അതൊന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് അതും കൂടെ നമുക്ക് കാണാം. കൂടൽക്കടവ് എന്ന് പറഞ്ഞ സ്ഥലം, ഈ രണ്ട് പുഴയും കൂടിച്ചേരുന്ന സ്ഥലം, അവിടെ ഒരു ചെക്ക് ഡാം ഉണ്ട്. ഇപ്പോൾ ഞാൻ ആ കൂടൽക്കടവ് എന്ന് പറഞ്ഞ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ദൂരം ഉള്ളിലേക്ക് വന്നു. കുറച്ച് മൺ റോഡിലൂടെ കുറേ ദൂരം ഉള്ളിലേക്ക് വന്നു. ഇപ്പോൾ അവസാനം നമ്മൾ എത്തിയിരിക്കുന്നത് ഈ രണ്ട് പുഴകളും ഈ ഒരു പുഴയാണ്, അതിൻ്റെ രണ്ട് കൈവരികളും കൂടി ചേരുന്ന സ്ഥലം ഈ കൂടൽക്കടവ് എന്ന് പറഞ്ഞ ഭാഗം. അവിടെ ഒരു ചെക്ക് ഡാം ഉണ്ട്. അതിൻ്റെ പരിസരത്താണ് ഇപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത്. കണ്ടില്ലേ, ഏറ്റവും അപകടം പിടിച്ച സ്ഥലമായതുകൊണ്ട് ഇതിൻ്റെ അകത്തേക്ക് ആളുകൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ വെയിലൊക്കെ കെട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നുണ്ടല്ലേ. വഴുക്കലുള്ള അപകടകരമായ പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശമാണ്. നിരവധി ജീവനങ്ങൾ പൊലിഞ്ഞ സ്ഥലമായതിനാൽ സന്ദർശകർ ജാഗ്രത പുലർത്തുക എന്നൊരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. പുഴൻ്റെ അക്കരയ്ക്ക് കാണുന്നത് നല്ല ഫോറസ്റ്റാണ്. ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടെയാണ്. മാത്രമല്ല ഇവിടെ പരിസരത്തൊക്കെ ഒരുപാട് ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളാണ് താമസിക്കുന്നത്. അപ്പോൾ അവർ തന്നെ ഇവിടെയാണ് കൂടുതലായിട്ട് ഇവിടെ മീൻ പിടിക്കാനും മറ്റൊക്കെ ആയിട്ട് വരുന്നതും. ഇവിടെ കുട്ടവഞ്ചിയിലും മറ്റൊക്കെ ആയിട്ട് അവർ വല വീശി മീൻ പിടിക്കുന്ന രീതികളൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ അവിടെ താഴെ ഒരു കുട്ടവഞ്ചിയിൽ കുറച്ച് പിള്ളേരിക്കുന്നതാണ്. അവർ വല എറിഞ്ഞിട്ട് അതിന് മീൻ പിടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ മറ്റുള്ള രീതികളൊക്കെ ഉപയോഗിച്ച് മീൻ പിടിച്ച് വിശ്രമിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഈ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു ദിവസം ഇവിടെ താമസിക്കണം എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇവിടെ തന്നെ പ്രോപ്പർട്ടി ഉണ്ട്. കണ്ടില്ലേ, അപ്രതീക്ഷിതമായിട്ട് ഞാനിവിടെ വന്നപ്പോൾ കണ്ടതാണ്. അപ്പോൾ അതിൽ നമ്പറൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് അതൊരു പ്രോപ്പർട്ടി ആണ് എന്നുള്ളത്. അപ്പോൾ ഞാനവിടെ വിളിച്ചപ്പോൾ അവിടെ ഇപ്പോൾ ഗസ്റ്റിലുള്ള നമുക്ക് അതിൻ്റെ ആവൊന്നും കാണാൻ പറ്റിയില്ല. ഏതായാലും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഈ വീഡിയോയിൽ എൻ്റെ വാട്സപ്പ് നമ്പർ വെക്കാം. ഈ ഭാഗത്തൊക്കെ വന്നിട്ട് ആർക്കെങ്കിലും താമസിക്കണമെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞാൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാനത് ബുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം കാണണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അതിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ഇടും. അതിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ബുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് മടങ്ങി പോവാണ്. ഞാൻ കൂടുതൽ സമയം ഇവിടെ കളയുന്നില്ല. നമുക്ക് സമയം വൈകുന്നേരമായി. ഇനിയിപ്പോൾ നമുക്ക് എവിടെയും പോകാൻ ടൈമില്ല. ആനക്കാട് മറ്റൊക്കെ ആയതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ.